ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നത് തത്സമയം. അതൊന്നുമില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ നേടാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലാത്തത്. പക്ഷെ അതാരുണ്ടാക്കിയതാണ്? തൃശ്ശൂരിലത്തെ തൃശ്ശൂർ പാർലമെന്റിലേക്ക് ഒരു അംഗത്തെ ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരത്തിന്റെ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ മാത്രമല്ല, അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി വരെ, CPI സ്ഥാനാർത്ഥി വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തൃശ്ശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും ബി.ജെ.പിക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും. കാര്യം അവരുടെ നിലപാടുകൾ എങ്ങനെയാണ്? ഇപ്പൊ PM ശ്രീയും ലേബർ കോഡും ദേശീയപാത അഴിമതികളൊന്നും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ CPM അണികൾക്ക് പോലും ചിന്തയുണ്ടാക്കിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായ സമീപനം ബി.ജെ.പിയോട് നേതാക്കന്മാർ സ്വീകരിക്കുമ്പോൾ പിന്നെ അവർക്കെന്താ സ്വീകരിക്കാത്തത്? അതുകൊണ്ടാണ് CPMന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഒലിച്ചുപോയത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് CPM അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? മോഡി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക. ഇതാണ് നയം. പാർട്ടിയുടെ നയം എന്തായിക്കോട്ടെ, അതുമൂലം CPMന്റെ പ്രവർത്തകർക്ക് ബി.ജെ.പിയോട് അടുക്കുന്നതിനോ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോ ഒരു മടിയില്ല. അവസരത്തിനൊത്ത് നയം മാറേണ്ടതല്ല രാഷ്ട്രീയ നയങ്ങൾ. അതിന്റെ ഫലമാണ് തൃശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി ബി.ജെ.പി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തു വന്നാലും ഞങ്ങളുടെ നിലപാടാണ് ശരി എന്ന് പറയുന്ന സമീപനമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നപ്പോഴും 19 മുതൽ നടക്കുന്ന ആ കൊള്ളയെ പ്രോത്സാഹിപ്പിച്ചത് CPM നയിക്കുന്ന ദേവസ്വം ബോർഡാണ്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് ആരെയും കണ്ടുപിടിക്കില്ലായിരുന്നു. അപ്പൊ അവരെ ഹൈക്കോടതി കണ്ടുപിടിച്ച് SIT അറസ്റ്റ് ചെയ്തിട്ടും ആ പ്രതികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്താമോ നടത്തുകയാണ് ചെയ്തത്. ഇതുപോലൊരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. ശബരിമലയുടെ കാര്യത്തിൽ ഇതാണ് അവരുടെ നിലപാട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റും മുഖ്യമന്ത്രി ഇപ്പൊ ദില്ലി മാധ്യമ പ്രവർത്തകർക്കറിയാം. ഇപ്പൊ നിർമ്മലാ സീതാരാമന്റെ കൂടിക്കാഴ്ചയായാലും അമിത്ഷായിട്ടുമായിട്ടുള്ള കൂടിക്കാഴ്ചയായാലും കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടിക്കാഴ്ച നടത്തുന്നൊന്നും തെറ്റുമില്ല. പക്ഷെ ആ കൂടിക്കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള മാനം അതിനുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാരില്ലാതെ ചർച്ച നടത്തുമ്പോൾ ഈ അന്തർധാരകൾ കേരളത്തിലെ ജനം മനസ്സിലാക്കി എന്നുള്ളതാണ് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ റിസൾട്ടൊന്ന് നോക്കുകയായിരുന്നു. 2020 941 ഗ്രാമപഞ്ചായത്തുകളിൽ UDF കിട്ടിയത് 321. അത് 2025 ആകുമ്പോൾ 505 UDFന്റെ സ്ഥാനം. LDFന് അന്ന് കിട്ടിയത് 514. ഇപ്പോഴത് 340. ബി.ജെ.പിക്ക് 2020 കിട്ടിയത് 19 ഗ്രാമപഞ്ചായത്താണ്. ഇപ്പോൾ അത് 26 ഗ്രാമപഞ്ചായത്തുമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 38 ബ്ലോക്ക് പഞ്ചായത്ത് UDFന് കിട്ടി 2020. ഇപ്പോഴത് 79. LDFന് 108 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു, അത് 63. ബി.ജെ.പിക്ക് 20-ലും 0, ഇപ്പോഴും 0. ഒരു ബ്ലോക്ക് പഞ്ചായത്തുമില്ല. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 14-ൽ UDFന് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 LDF ആയിരുന്നു, 2 ടാലിയായിരുന്നു. 2025 ആകുമ്പോഴേക്ക് UDFന് 7, LDFന് 7. ബി.ജെ.പിക്ക് 20-ലും 0, ഇപ്പോഴും 0.
മുനിസിപ്പാലിറ്റി 86 മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്. 2000 UDF 39, LDF 35, BJP 2. ഇപ്പോൾ ഇതാ UDF 54, അതായത് 39 നിന്നും 54 പോയി UDF. LDF 35 നിന്നും 28 വന്നു. BJP 2 മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും 2 തന്നെ. കോർപ്പറേഷൻ 6 UDF 2020 ഒരു കോർപ്പറേഷൻ മാത്രമാണ് ഉണ്ടായത്, കണ്ണൂർ കോർപ്പറേഷൻ. ഇപ്പോൾ അത് 4 കോർപ്പറേഷനായി. 5 കോർപ്പറേഷൻ ഭരിച്ചിരുന്ന LDF ഇപ്പോൾ ഒരു കോർപ്പറേഷൻ ഒതുങ്ങി, അതും കടുത്ത മത്സരത്തിലൂടെ. മനസ്സിലാക്കേണ്ടത് BJPക്ക് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് റിസൾട്ട്. UDF വ്യക്തമായിട്ടുള്ള മുൻതൂക്കം. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും ഗഡ്കരിയും ഒന്നിനൊന്ന് പിറകെ ഒന്നായിട്ട് അണിനിരന്നുകൊണ്ട് കേരളം എന്തോ അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുണ്ടായി. ശരിയാണ്, അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. ആ വിജയം അവർക്കുണ്ടായതാണ്. ഞാൻ അതിനെ വില കുറച്ചൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തിരുവനന്തപുരം ആ കോർപ്പറേഷൻ വിട്ടൊന്ന് മുന്നോട്ട് പോയാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും അവർക്കില്ല. കേരളത്തിലെ ഗ്രാമ, ജില്ലാ, മുനിസിപ്പൽ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ റിസൾട്ടിലാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. 2020 നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അവർ കിട്ടിയിരിക്കുന്നത്? അവർക്കുണ്ടായിരുന്ന പന്തളവും പാലക്കാടും അവർക്ക് നഷ്ടപ്പെട്ടു. സത്യത്തിൽ ഭൂരിപക്ഷം ഇപ്പൊ പുതുതായിട്ട് 2 കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടായിരിക്കും ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്. ഒരു മായാപ്രപഞ്ചം. കേരളം എന്തോ BJPയുടെ കീഴിലേക്ക് പോവുകയാണ് എന്നുള്ള മായാപ്രപഞ്ചം സൃഷ്ടിച്ചിട്ട്, ഇതാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും ജോലി. എപ്പോഴും പബ്ലിസിറ്റിയും PR വർക്കും കൊണ്ട് ജനങ്ങളെ അവരുടെ മനോഗതിയെ തിരിക്കാൻ പറ്റുമോ നോക്കുകയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്, റിയാലിറ്റി ഇതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, അവിടെ ഇവിടെയൊക്കെ ജയിക്കാതിരിക്കുമോ? ഇതുകൊണ്ട് കേരളത്തിലെന്തോ വലിയ അട്ടിമറി നടന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഇന്നലെ തന്നെ ഞാൻ അതിനെ കണക്ക് വെച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. കാരണം ഇത് സാധാരണക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ, അങ്ങനെ തുടങ്ങി നിരയായിരുന്നു. ഇതിങ്ങനെ ഒരു വലിയ ഇതാണ് BJPയുടെ തന്ത്രം. ഇപ്പം മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഉണ്ടായതെന്താ? അവർക്ക് 1199 ടോട്ടൽ. ഈ നമ്പർ ഞാനെല്ലാം കൂട്ടിയാണ്. അതിൽ BJPക്ക് 21 ഉള്ളത്. 1199. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഇതൊക്കെ കൂട്ടിയാൽ ഈ 1199 21 നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 29 ആയിരുന്നു. 8 വർദ്ധിച്ചിട്ടുണ്ട്. 1199 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 1% താഴെയല്ലേ? അല്ല, 1% താഴെയല്ലേ? ഈ വിജയത്തെ പർവ്വതീകരിച്ച് കാണിച്ചിട്ട് മായാപ്രപഞ്ചം ഉണ്ടാക്കുന്നത് അവരുടെ സ്വഭാവമാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ BJP വിജയിക്കുകയാണ്. കഴിഞ്ഞ തവണ നെക്സ്റ്റിലാണ് ഇത്തവണ പോലീസ് വില മെച്ചപ്പെടുത്തിയെങ്കിലും അത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേഞ്ചർ സിഗ്നലായിട്ടല്ല. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വാചകം താങ്കൾ ശ്രദ്ധിച്ചിട്ടുള്ള മനസ്സിലാവും. അത് സന്തോഷകരമായ കാര്യമല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അവിടെ കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ ആരാണ് ഭരിക്കുന്നത്? കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ ഭരിക്കുന്നത് CPM ആണ്. ഞങ്ങളെ മോശമായ അവസ്ഥയിലുണ്ടായിരുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് ഞങ്ങൾ തുറന്ന് സമ്മതിച്ചതാണ്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ നന്നായിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾക്കും അറിയാമായിരുന്നു ഇതിന്റെ അപകടം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ കരുതലോടെ, ശ്രദ്ധയോടുകൂടി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയത്. അതിന്റെ ഗുണമുണ്ടായി എന്ന് വെച്ച് പൂർണ്ണമായിട്ടും അർത്ഥത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടു. ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ CPMന്റെ വാർഡുകളല്ലേ ചോർന്നു പോയത്.
അതും സെക്രട്ടേറിയറ്റിന് തൊട്ടു മുന്നിലല്ലേ ഇത്. ഭരണസിരാ കേന്ദ്രത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അവരുടെ പവറും അധികാരവും എല്ലാം ഇരിക്കുന്നിടത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി, കേരള കോൺഗ്രസ് എമ്മിന് ചിന്തിക്കേണ്ട സമയമായി എന്നുള്ളൊരു പ്രതികരണം KPCC പ്രസിഡന്റിൽ നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ ഉണ്ടായി. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ആർട്ടിക്കായി കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ച് UDF-ലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ല. അല്ല, അതൊന്നും പിന്നെ പാർട്ടിയിലെ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ അങ്ങനെ ഒരു വിജയം വന്ന ഉടനെ അത്തരം ഒരു ഇതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വരട്ടെ. വരുന്ന കേരള രാഷ്ട്രീയത്തിൽ എന്താണ് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ അതെ അതെ, അത് വരുന്ന ദിവസങ്ങളിൽ കാണാം എന്താണ് അതിനകത്ത് ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായ ഉടനെ തന്നെ അപ്പുറത്തെ മുന്നണിയിൽ നിന്ന് ഒരു കക്ഷിയെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുന്ന അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നു. ഇനി സമാനമായിട്ടല്ല, സമാനമായിട്ടെന്ന് പറയുന്നത് ഞാനന്ന് പറഞ്ഞത് വളരെ ക്ലിയർ ആയിരുന്നു. ക്ഷേമ പെൻഷൻ ആർ ശങ്കറിന്റെ കാലഘട്ടം മുതലുള്ള പെൻഷനാണ് കേരളത്തിലുള്ളത്. ഇത് എല്ലാ ഗവൺമെന്റുകളും മാറി മാറി കൊടുക്കുന്നതാണ് ക്ഷേമ പെൻഷനുകൾ. പക്ഷെ യഥാസമയം അവർക്ക് കൊടുക്കാതെ തിരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് ഇത് വിതരണം ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ മനസ്സിലെ ചിന്ത ഇവർക്കെന്തോ ഔദാര്യം കൊടുക്കുകയാണ്, ഗവൺമെന്റ് ഔദാര്യം കൊടുക്കുകയാണ്, ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരുന്ന പൈസയായിട്ട് ഔദാര്യം കൊടുക്കുകയാണ്. അത് ഇലക്ഷൻ തൊട്ടു മുമ്പേ കൊടുക്കുന്ന രീതിയെയാണ് ഞാൻ എതിർത്തത്. അന്ന് തന്നെക്കെതിരെ കോലം കത്തിക്കല് പ്രസ്താവനകൾ. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ MM മണിയുടെ വായിൽ നിന്നല്ല അത് വന്നു. ഇത് മണി ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ബന്ധങ്ങളുള്ളതാണ്. കേരളത്തിലെ ഓരോ വീടുകളിലും അവർ കയറി വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതാണ്, LDF-നെ തോൽപ്പിച്ചാൽ ഈ പെൻഷൻ നിന്നുപോകും. അതുകൊണ്ട് നിങ്ങളെല്ലാം പെൻഷൻ വാങ്ങിക്കുന്നത് ഇതുകൊണ്ടാണ്. ഏത് നമ്മുടെ ഏതെങ്കിലും സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്നെടുക്കുന്ന പണം സത്യത്തിൽ സ്വന്തം കയ്യിൽ നിന്നെടുക്കുന്ന പണം പോലെയാണ് അവർ പ്രചരിപ്പിച്ചത്. അതേ പ്രതിഫലനമല്ലായിരുന്നു MM മണിയുടെ ഇന്നത്തെ പ്രതികരണം. അത് അദ്ദേഹം പറഞ്ഞു, മറ്റെല്ലാവരും മനസ്സിൽ വെച്ചു വന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, ഞാൻ നിലമ്പൂർ പ്രസംഗിച്ചതിന്. അതേ പ്രതികരണമല്ല അവരുദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണെന്നുള്ള തെളിവല്ലേ അത്. CPM ഉദ്ദേശിക്കുന്നത്, CPM നേതാക്കന്മാരെല്ലാം ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും മനോഗതി പെൻഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ വോട്ട് തരാൻ ബാധ്യസ്ഥരല്ലേ. അതല്ലേ മണിയുടെ സ്റ്റേറ്റ്മെന്റ് എന്നല്ല, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ ധാരണ. മണിയുടെ സ്റ്റേറ്റ്മെന്റ്, MM മണിയുടെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. പറഞ്ഞ ഭാഷയാണെങ്കിൽ ആ ഭാഷ ഇപ്പൊ ഞാനിവിടെ വിവരിക്കുന്നില്ല. എന്താ ഭാഷ പറയുന്നത് നിങ്ങളെല്ലാം കേട്ടതാണ്. എങ്ങനെയാണ് സത്യത്തിൽ ജനങ്ങളെ അപമാനിക്കുകയായിരുന്നില്ലേ? കേരളത്തിലെ ജനങ്ങളോട് ഇതുപോലെ അപമാനിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? എന്ത് മോശമായിട്ടാണ്. സർക്കാരിന്റെ ഔദാര്യമാണോ? സർക്കാരിന്റെ അവരെന്തോ ഔദാര്യം പോലെ ഇവരെല്ലാം പോക്കറ്റിൽ നിന്നെടുത്തിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ട പണം ഇവരെല്ലാം അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കുന്ന പോലെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ രീതി എന്ത് അപമാനകരമായ പ്രസ്താവന. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചല്ലേ. മുഖ്യമന്ത്രിയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കൊടുത്താൽ വോട്ട് കിട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങൾ നന്ദികേട കാണിക്കുന്ന പറയുന്നത്. ഇതിനപ്പുറം ഞാനെന്ത് പറയാനാ? അതിൽ തന്നെ രണ്ടഭിപ്രായം എന്നൊരവസ്ഥയ്ക്ക് പറഞ്ഞു. അതായത് MLA പറഞ്ഞത് അനുചിതമാണ്, ഒരു തരത്തിലും പറയാൻ പാടില്ലാത്തത്. പക്ഷെ അതേ സമയത്ത് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് മണിയാശാന്റെ ശൈലിയാണ്. സ്ഥിരമായി അത്തരം കാര്യങ്ങൾ പറയുമ്പോഴുള്ള CPM എടുക്കുന്ന ഒരു പ്രതിരോധം MM മണിയുടെ ഒരു ശൈലി പറഞ്ഞു. അത് തന്നെ എനിക്ക് അസത്തില് മണി പറഞ്ഞതിനേക്കാൾ എനിക്കേറെ പ്രയാസം തോന്നിയത് CPM ജനറൽ സെക്രട്ടറി അത് പറഞ്ഞപ്പോഴാണ്, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോഴാണ്. പാർട്ടിക്ക് മനസ്സിനകത്ത് ഇക്കാര്യത്തിൽ അഭിപ്രായം ഇല്ല എങ്കിൽ അപ്പൊ പറയണ്ടേ, അത് പാർട്ടിയുടെ അഭിപ്രായമല്ലാന്നെങ്കിലും പറയണ്ടേ അദ്ദേഹം. അത് പറഞ്ഞത് മോശമായി പോയി, അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നവരും അദ്ദേഹത്തിന്റെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുകയല്ലേ. പറഞ്ഞ ആളെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുക ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, വ്യത്യസ്ത ശൈലിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. CPM സെക്രട്ടറി ചെയ്തത് കൃത്യമായിട്ടും അതിനെ ഓതന്റിക്കേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇതാണ്, മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയാണ്. ഞങ്ങൾ പെൻഷൻ തന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തരുന്നുണ്ട്, അപ്പോൾ വോട്ട് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. വോട്ട് ചെയ്തില്ലാത്തതുകൊണ്ട് നിങ്ങളെ അപമാനിക്കും, നിങ്ങളെ വളരെ നേച്ഛമായ ഭാഷയിൽ നിങ്ങളെ അപമാനിക്കും. ഇതാണ് ഇന്നലെ ഉണ്ടായ സംഭവം.
ആ സംഭവം ഉണ്ടായിട്ടും ഇത് ഒരു ദിവസം ഇന്നലെ മുഴുവൻ നമ്മൾ കേട്ടതാണ്. രാവിലെ ഉണ്ടായ സ്റ്റേറ്റ്മെന്റാണിത്. ഒരു CPM നേതാവും പ്രതികരിച്ചില്ല. അപ്പോൾ വളരെ കൃത്യമാണത്. അവര് തെരഞ്ഞെടുപ്പ് ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ല, കണ്ണൂരിലെ ഒരു വിഷ്വൽ കാണാൻ പറ്റുമായിരുന്നു. ഒരു കടയിലിരിക്കുന്ന എന്ത് തെറ്റായാണ് ചെയ്തത്. ഇത് തന്നെയാണ് അവരുടെ മുഖം. തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് പെൻഷന്റെ പേരിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, മറ്റൊരു ഭാഗത്ത് വോട്ട് ചെയ്യാത്തവരോ അല്ലെങ്കിൽ നമുക്കെതിരായി നിന്ന ആളുകളെല്ലാം ആക്രമിച്ച് കീഴടക്കാൻ നോക്കും. അത് എന്ത് ധൃതിയമായ ആക്രമണം. ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ നേടാൻ കഴിയില്ല എന്ന് അവർ ഇനിയും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാൻ. അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ, കോഴിക്കോട് നഗരസഭ, ഈ രണ്ട് സ്ഥലങ്ങളിലും പാലക്കാട് നഗരത്തിൽ ഇന്ത്യ സഖ്യമുന്നണിക്ക് അല്ലെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് തടയാനെങ്കിൽ അത്തരം നീക്കമുണ്ടാകുന്നു. അല്ലെങ്കിൽ അതേപോലെ തന്നെ കോഴിക്കോട് നഗരസഭയിൽ CPM അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തിയാൽ തടയാമെന്നാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. പാർട്ടി കേരള നേതാക്കന്മാരെല്ലാം അത് വ്യക്തമാക്കും. പാർട്ടി നിലപാട് വളരെ ക്ലിയറാണ്. BJP അധികാരത്തിൽ വരുന്നത് തടയുക എന്നുള്ളത് തന്നെയായിരിക്കും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട് എന്നുള്ളതാണ്. BJP അധികാരത്തിൽ വരുന്നത് തടയുകയാണ്. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലും 2004 ഒരു കേന്ദ്രത്തിലുണ്ടായ പോലത്തെ ഒരു അല്ല, അധികാരമൊന്നും ഞങ്ങൾ ആരുമായിട്ട് CPM-നെ പോലെ പാർട്ടികളായിട്ടും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞതൊന്നും അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിനകത്തുണ്ടാകുന്ന കാര്യം CPM-ഉം BJP-യും തമ്മിലാണ് ധാരണ പലയിടത്തും. പക്ഷെ ഞങ്ങളുടെ ചാനൽ വളരെ ക്ലിയറാണ്. BJP-ക്ക് അധികാരത്തിൽ വരാതിരിക്കാനുള്ള രാഷ്ട്രീയ നിലപാടായിരിക്കും കോൺഗ്രസ് എടുക്കാൻ പറ്റും. ഇത്തരം പ്രസ്താവനകളൊക്കെ പാർട്ടി ഗൗരവതരമായിട്ട് കാണും. അങ്ങനെ ആരെയും പരസ്യമായിട്ട് നിലപാടുമായിട്ട് ആര് പോയാലും തിരക്കെടുക്കും. അതിനെതിരെ ശക്തമായ നടപടി. ആരാണ് ക്യാപ്റ്റൻ ചോദ്യം വരുന്നത്? പലയിടത്തും പല പിയാമത്തുകൾ നടക്കുന്നുണ്ട്. അത്തരത്തിലെന്തെങ്കിലും ജനങ്ങളാ സർ ക്യാപ്റ്റൻ. ജനങ്ങളാണ് നമ്മളെ ജയിപ്പിച്ചിരിക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുക. കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാവരും UDFിലും എല്ലാവരും അതേ ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കും കുറച്ച് പേര്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചൂടാക്കിയിട്ട്. ഇതൊന്നും ചൂടാവേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൂട്ടായിട്ടുള്ള നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള വിജയമാണ്. അതിൽ വ്യക്തിപരമായിട്ട് ആരുടെയും വിജയമല്ല, വ്യക്തിപരമായ ആരുടെയും പരാജയമല്ല. അങ്ങനെയാണ് വ്യക്തിപരമായ എല്ലാവരുടെയും വിജയമാണ്, അങ്ങനെ ആ വ്യക്തിപരമായ ആരുടെയും വിജയമല്ല. ആ രീതിയിലാണ് ഇതിന് വ്യാഖ്യാനിക്കുന്നത്. അതായത് ഒരു യോജിച്ച മുന്നേറ്റത്തിന്റെ ഫലമാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യുക, പാർട്ടി പ്രവർത്തകർക്കും അറിയാം. ഒരു വിഷയം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ള അതിന് കോൺഗ്രസിന്റെ പ്രതികരണം ആദ്യം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അഴിമതിയുടെ സ്മാരകമാണ്, UPയുടെ അഴിമതിയുടെ സ്മാരകമാണെന്നാണ് മോഡി ആദ്യം പറഞ്ഞത്. ഈ പാർലമെന്റിൽ ഞാൻ കേട്ടതാണ്. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്ന ഉടനെയുള്ള അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്, നിങ്ങളുടെ അഴിമതിയുടെ സ്മാരകമാണ്. പിന്നീട് അദ്ദേഹം കോവിഡ് കഴിഞ്ഞപ്പോൾ തിരുത്തി പറഞ്ഞു, കോവിഡിനെ രക്ഷപ്പെടുത്തിയ ഏറ്റവും വലിയ പങ്ക് ആ തൊഴിലുറപ്പ് പദ്ധതിക്കാണ്. ഓക്കെ, പക്ഷേ ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുവദിക്കേണ്ട തുക ചുരുക്കി ആ പദ്ധതി ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളായിട്ട് പാർലമെന്റിലും പുറത്തും ഇത് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും അതിന്റെ കേരങ്ങ് മാറ്റിയിട്ട് ആ പദ്ധതി തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇവരുടെ ജനമനസ്സുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് UPയുടെ സോണിയാഗാന്ധിയുടെ മൻമോഹൻ സിംഗിന്റെ പദ്ധതിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഒരു പേര് മാറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം മാറ്റിയിട്ട് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ അതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. പക്ഷേ ഇതൊക്കെ വളരെ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കേണ്ട പണം മുഴുവൻ കൊടുത്തു തീർക്കുക എന്നതാണ്. 100 ദിന പിന്നെ പണി പോലും കിട്ടാൻ പറ്റാത്ത വണ്ണം കുരുക്കുകൾ ഉണ്ടാക്കുകയാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരിമാർക്കും അല്ലെങ്കിൽ സഹോദരന്മാർക്കും ഒക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അവസരം നിഷേധിക്കുന്ന കാര്യമാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ എഫക്റ്റീവാക്കി മാറ്റാനുള്ള നടപടിയാണ് അവർ സ്വീകരിക്കുന്നത്.
സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് കണ്ടെത്തപ്പെട്ടിരുന്നു. ഇനി വരുന്ന ഈ ഫൈനലിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിശ്ചയപ്പെടുന്ന സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമോ, അവരെ പ്രവർത്തനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വളരെ വേഗത്തിൽ തന്നെ അതിലേക്ക് പോകും. ഇനി ഒരു ദിവസം പോലും കളയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജീസും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ എല്ലാവരുമായി കൂടിയാലോചിച്ച് ഞങ്ങളെ ഇപ്പോൾ ഫോമാറ്റ് തന്നെ അതാണ് എല്ലായിടത്തും. അത് കേരളത്തിൽ മാത്രമല്ല, നേരത്തെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ നിശ്ചയിക്കുക, സ്ഥാനാർത്ഥികളുടെ കണ്ടെത്തലുകൾ നടത്തുക, ഇതൊക്കെ കേരളത്തിലും ഇനി പെട്ടെന്നുണ്ടാവും. അല്ല, തെരഞ്ഞെടുപ്പിൽ നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കും. പാലക്കാട് കാര്യം പാലക്കാട് BJP അധികാരത്തിലുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും. അല്ല, ഉണ്ടാകുന്ന ഇന്നലെ DCC തന്നെ പറഞ്ഞല്ലോ. ഞങ്ങൾ ശ്രീകണ്ഠന്റെയും പ്രസ്താവന ഞാൻ കണ്ടു. അത് കൃത്യമാണ്. അത് തന്നെയാണ് സ്റ്റാൻഡ്, പാർട്ടിയുടെ സ്റ്റാൻഡാണ്. BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കാനാണ് ഞങ്ങളുടെ നിലപാട്. ഈ കോഴിക്കോട് അതല്ല, ഞാൻ എല്ലായിടത്തും ഒരു പൊതുവായിട്ടുള്ള അവതാരമാണ്. എവിടെയൊക്കെ BJP അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടോ അവിടെ തടയാൻ പറ്റുമെങ്കിൽ തടയണം എന്നത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. എന്ന് വെച്ച് അത് വെച്ചിട്ട് പവർ ഷെയർ ചെയ്യാൻ പോവില്ല. പുറത്തൊന്നും വേണ്ടിടത്ത് ഇന്നിപ്പോൾ റാലിയാണല്ലോ, അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. രണ്ടാമതായി BJP ഇന്ന് വീണ്ടും പ്രകടിപ്പിക്കുന്നത് 70 വർഷമായി വോട്ട് മോഷ്ടിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു ഡിസംബർ. അതെ, ആ വോട്ട് മോഷ്ടിച്ചത് നിങ്ങൾ കേട്ടല്ലോ. എന്താണ് വോട്ട് മോഷ്ടിച്ചത്? 3 വോട്ട് മോഷ്ടിക്കരുത് അമിത്ഷാ പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഞാനത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്. ആദ്യങ്ങളൊന്നും വരുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഒന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയതാണ് നമ്പർ 1 വോട്ട് ചോരി. നമ്പർ 2 ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ ഇലക്ഷൻ തോറ്റത്. 3 പിന്നെ സോണിയാഗാന്ധി വിദേശ പൗരത്വം നിർത്തിക്കൊണ്ട് വോട്ട് ചെയ്തു. അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ച ഈ 3 പോയിന്റാണ്. അതാണല്ലോ പറയുന്നത് വോട്ട് ചോരി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് വോട്ട് ചോരിയിലിടാന്ന് പറയുന്ന അവരോട് ഞങ്ങൾ എന്ത് മറുപടി പറയാനാണ്? അപ്പൊ അത് മഹാത്മാഗാന്ധി നടത്തിയതാണ് ചോരി എന്ന് പറയേണ്ടി വരില്ലേ? KC വേണുഗോപാൽ MPയും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. UDFന്റെ വിജയത്തിൽ എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് UDF ഇത്തരത്തിലൊരു വിജയം കൈവരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു UDFന്റെ വിജയത്തിന് സർക്കാരും മികച്ചൊരു പങ്ക് വഹിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ഇത്ര വെറുപ്പ് സമ്പാദിച്ച മറ്റൊരു സർക്കാരില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.